ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ്. ഇവിടെ ഒരു ബഹുമാനപ്പെട്ട സാറിനെ കാണുവാനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് സി മാത്യു, ലാലു സാർ എന്നാണ് മറ്റുള്ളവർ അറിയുന്നത്. സാറിനെക്കുറിച്ച് പറയുമ്പോൾ മാർത്തോമാ സഭയിലെ ഒരു വിശ്വാസിയാണ്. അതോടൊപ്പം ലോകമറിയപ്പെടുന്ന ഒരു കൺവെൻഷൻ പ്രസംഗകനും നല്ലൊരു അധ്യാപകനുമാണ്. അപ്പോൾ സാറെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സജീവ് ബ്രദർ. ഓക്കെ, സാറ് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഞാൻ റാന്നി സ്വദേശിയാണ്. റാന്നിയിൽ ചെത്തോങ്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഞങ്ങൾ ജനിച്ചു വളർന്നു. എൻ്റെ ഭവനം ചീങ്കപ്പുറത്ത് വീട് എന്നാണ് അറിയുന്നത്. ഞാൻ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു. മാർത്തോമാ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ഒരു അധ്യാപകനായി, തുടർന്ന് അവിടെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തോൾ. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും അധ്യാപികയാണ്, രണ്ടുപേരും റിട്ടയർഡ് ലൈഫ്. എന്നാൽ കർത്തൃ ശുശ്രൂഷയിൽ റിട്ടയർമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ സജീവമായി നിലനിൽക്കുന്നുവെന്ന് പറയാൻ ഏറെ സന്തോഷമുണ്ട്. മാർത്തോമാ സഭയിലാണോ? അതെ, ഞങ്ങൾ എൻ്റെ പൂർവ്വപിതാക്കന്മാരുൾപ്പെടെ എല്ലാം മാർത്തോമാ സഭക്കാരാണ്. ഞങ്ങളിപ്പോഴും മാർത്തോമാ സഭയിലെ അംഗങ്ങളായി പഴവങ്ങാടിക്കര ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയിലെ അംഗമായിട്ട് നിലനിൽക്കുന്നു. സാർ, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ളൊരു കാരണം എന്താണ്? കൊച്ചിലെ തൊട്ടേ ഞങ്ങൾ മാർത്തോമാ സഭയിൽ അതിൻ്റെ ആരാധനയിലും സന്തോഷത്തിലും ഒക്കെ ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരുന്നു. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു കോൺട്രഡിക്ഷനുണ്ട്. അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും എന്നാൽ പിതാവ് ഒരു മദ്യപനുമായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു വ്യത്യാസം ഞങ്ങളുടെ ഭവനത്തിൽ. എന്നാൽ പിതാവ് പള്ളിയിൽ പോകുന്നവനും വിശ്വാസിയൊക്കെയാണ്, പക്ഷേ മദ്യപിക്കുന്നു എന്നുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കുട്ടിക്കാലത്തെയും ശൈശവത്തിലെ വളർച്ചയൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. എൻ്റെ ജീവിതകാലത്ത് ഞാൻ മദ്യപിക്കത്തില്ല എന്നൊരു തീരുമാനമെടുത്തത് ദൈവം എനിക്കതിന് തുണ നിന്നുകൊണ്ട് അതിൽ മുന്നോട്ട് വരാനായിട്ട് സാധിച്ചു. അങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. മക്കളൊക്കെ എത്ര പേരാണ്? എനിക്ക് ഭാര്യ SC ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ്, റാന്നി, റിട്ടയർ ചെയ്തു. 2 മക്കളാണ്. മകള് വിവാഹസ്ഥയാണ്, ഒരു കുഞ്ഞുണ്ട്, അവർ UK ഇപ്പോൾ. മകൻ ഇപ്പോൾ ഹൈദരാബാദിലാണ് അദ്ദേഹത്തിന് ജോലി. അദ്ദേഹത്തിന് ഈ അടുത്ത നാളിലാണ് വിവാഹം കഴിഞ്ഞത്. ഭാര്യ ഉണ്ട്, ഒരു കൊച്ചു ജോലി ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ 8 പേരാണ്. 8ാമത്തെ ആളാണ് ഞാൻ. മുതിർന്ന എൻ്റെ ജ്യേഷ്ഠന്മാരിപ്പം 3 പേര് മരിച്ചുപോയി. അതിൽ പിന്നെ ജ്യേഷ്ഠന്മാരും ഒക്കെ വിവിധ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. ഞാൻ ചെത്തോങ്കരയിൽ, എൻ്റെ ഒരു സഹോദരനുമുണ്ട് ഇവിടെ. അങ്ങനെ പാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പിതാവ് മദ്യപാനിയായിരുന്നു. ആ മദ്യപാനി ആയിരുന്നുകൊണ്ട് ഭവനത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. അതിൻ്റെ ഒരുപാട് തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാനും. ഞങ്ങൾ ധാരാളമായിട്ട് പണം സമ്പാദിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു പിതാവ്. പക്ഷേ അത്രയും കാശ്, അതിൻ്റെ ഇരട്ടി കാശ് മദ്യപാനത്തിലൂടെ നഷ്ടപ്പെടുത്തിയിരുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയൊന്നും അത്ര ശോഭനമായി കരുതി വെക്കാനായിട്ട് പുള്ളിക്ക് കഴിഞ്ഞില്ല. പിന്നെ ദൈവം തമ്പുരാൻ്റെ കൃപയാൽ എല്ലാവരും ഒക്കെ പഠിക്കുകയും പല ജോലികളിലാകുകയും അധ്യാപകരാകുകയും 2-3 പേര് ഞങ്ങൾ അധ്യാപകരാണ് ഒക്കെ ചെയ്തു. അങ്ങനെ ഭവനം സംരക്ഷിക്കപ്പെട്ട് പോകുന്നു. ഓക്കെ. അപ്പോൾ ഈ സാറിന് ഈ സുവിശേഷ പ്രവർത്തനത്തോട് താല്പര്യം വരാനുള്ള കാരണം എന്താ? ഞങ്ങളുടെ അമ്മ ഒരു കർക്കശ സ്വഭാവക്കാരിയായിരുന്നു. 7 മണിയാകുമ്പോൾ വീട്ടിൽ പായിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ള അമ്മയുടെ ഒരു നിഷ്കർഷയായിരുന്നു. അപ്പോൾ പിതാവും അതിന് സഹകരിക്കുന്ന ആളാണ്, വന്ന് സഹകരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ പിതാവ് വരുന്ന ലേറ്റായിട്ട് വരുന്നത്. അതിന് മുമ്പ് ഞങ്ങളുടെ പ്രാർത്ഥന 7 മണിയാകുമ്പോൾ കഴിയും. ഞാനൊരല്പം പന്തുകളി ഭ്രാന്തുള്ള ആളാണ്. എൻ്റെ ചേട്ടന്മാരും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അടുത്തൊരു സ്കൂളുള്ളതുകൊണ്ട്, SC സ്കൂളുള്ളതുകൊണ്ട് മൈതാനമുണ്ട്, ഞങ്ങളെല്ലാം കളിക്കാൻ പോകും. എന്നാൽ 7 മണിക്ക് മുമ്പ് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്നു കൊള്ളണം എന്നുള്ള അമ്മയുടെ ഒരു നിർബന്ധ ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് ആ ഒരു ശീലം നിലനിന്നുകൊണ്ട് ഇപ്പോഴും 7 മണി കഴിയുമ്പോൾ, സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിൽ. അപ്പോൾ ഒരു മാതാവിന് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനെന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മര്യാദ പാവി എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. പഴവങ്ങാടി റിക്കവറിലെ അംഗമായിരുന്നു. എന്നാൽ അതുകൊണ്ട് വലിയ അർത്ഥമുണ്ടെന്ന് തോന്നിയില്ല. പാട്ടുപാടും, നന്നായിട്ട് ആരാധനയിൽ സംബന്ധിക്കും, എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോവും. പക്ഷേ അതുകൊണ്ട് വിശ്വാസിയായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. ഞാൻ അധ്യാപകനായിട്ട് എനിക്ക്
ജോലി ലഭിച്ചു. 1986 കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൽ ജോലി ലഭിച്ചു. ജോലി ലഭിച്ചതിന് ശേഷം കീഴിലത്താണ് ഫസ്റ്റ് പോസ്റ്റിംഗ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് എടക്കുളം സ്കൂൾ, റാന്നിക്കടുത്തുള്ള സ്കൂളിലോട്ട് എന്നെ ട്രാൻസ്ഫർ ആയി കൊണ്ടുവന്നു. അവിടെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുകയും 2-3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഭവനത്തിലോട്ട് വരികയൊക്കെ ചെയ്തപ്പോൾ പന്ത് കളി എൻ്റെ ഒരു ഭ്രാന്താണ്. എല്ലാ വൈകുന്നേരങ്ങളിലും അങ്ങനെ പന്ത് കളിക്കാനായിട്ട് പോകും. ഒരു ദിവസം ഇങ്ങനെ പന്ത് കളിക്കാൻ കോർട്ടിലോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സ്പഷ്ടമായിട്ട് ഇടപെട്ടിട്ട് ഒരു ചോദ്യം ചോദിച്ചു. നീ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ നിൻ്റെ സമയത്തിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ കണ്ണുപിളങ്ങളിൽ മുഴങ്ങി. അപ്പോൾ ഞാൻ പന്തുകളി കോർട്ട് വരെയും അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ ആലോചിച്ചുകൊണ്ട് നടന്നപ്പോൾ എനിക്ക് ശക്തമായിട്ടുള്ള ആ ഒരു പ്രചോദനം അവിടെ കിട്ടുകയാണ്. നീ ചെയ്യുന്നില്ല, നിൻ്റെ സമയത്തിന് ദശാംശം കൊടുക്കുന്നില്ല. അത് ആ രാത്രി ഞാൻ സബ്മിറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ നൽകാം എന്നുള്ളതാണ്. പഠിപ്പിക്കുന്നുണ്ട്, പന്ത് കളിക്കുന്നുണ്ട്, ഭവനത്തെ കരുതുന്നുണ്ട്, പക്ഷേ ഇത് മാത്രം ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അത് പറയാനുള്ള സാഹചര്യമുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്തിൽ ഞങ്ങളുടെ ഒരു ജോർജ് വർക്കി സാർ വേങ്ങൽ, അദ്ദേഹം ഞങ്ങളെ കൊച്ചിലെ ശൈശവത്തിലെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരുത്തുമായിരുന്നു. എന്നിട്ട് പതുക്കെ ഞങ്ങളെ പ്രസംഗിക്കാൻ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ അന്നത്തെ ഒരു രീതിയായിട്ട് അങ്ങ് മാറിയായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി. എന്നാൽ ആ ആത്മീയ ബോധം ഉള്ളിൽ നിലനിർത്താൻ ആ സാർമാർക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് വന്നു. പിന്നീട് അത് തുടരാതിരുന്നപ്പോഴാണ് ഈ ചോദ്യം എന്നെ ഹർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ ചെത്തോങ്കരയിൽ സമീപമുള്ള ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ആരംഭിക്കാനായിട്ട് സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 3 പട്ടക്കാർ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 2 പൂർണ്ണസമയ സുവിശേഷകർ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾ വിശാഖപട്ടണത്താണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ യാതൊരു സാധ്യതയില്ലാത്തടത്തു നിന്നാണ് ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ച് ഇന്ന് വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചെറുപ്പകാലത്ത് വന്ന അനേക ഭവനങ്ങൾ ഇന്നിപ്പോൾ ആ നേതാക്കന്മാരായി വീട്ടിലെ നായകന്മാരായി മാറിയപ്പോൾ ആ ഭവനത്തിൽ ആ ഒരു ചൈതന്യം നിലനിർത്താൻ അതുകൊണ്ട് സാധിച്ചു എന്നുള്ള സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയും. കാരണം ഒരു ക്രിസ്ത്യൻ നർച്ചറിങ് അത് തീർച്ചയായിട്ടും ഫലകരമായി തീർന്നു എന്നുള്ളത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. സാർ ഒരു അധ്യാപകനായിട്ടാണല്ലോ റിട്ടയർഡ് ആയത്. അതെ. അപ്പോൾ എത്ര വർഷം സാർ അധ്യാപകനായിട്ട് സേവനം? ഞാൻ 28 വർഷം അധ്യാപകനായിട്ട്. എന്നാൽ അതിന് മുമ്പ് ഒരു 5 വർഷം ഞാൻ റാന്നി മിനർവ കോളേജ് എന്ന് പറയുന്ന ഒരു പാരൽ കോളേജിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. 28 വർഷം ഹൈസ്കൂൾ അധ്യാപകനായിട്ട് നിലനിന്നു. അപ്പോൾ ഈ അധ്യാപന ജീവിതത്തിൽ സാർ എത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഒരു ഏകദേശം? പറയുമ്പോൾ ഒരു വർഷം 400 കുട്ടികളോളമുള്ള ഒരു പള്ളിക്കൂടത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ഒരു വർഷം 400 പേരുമായിട്ട് ഇടപെടുമായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഒരു 8,000-10,000 കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അധ്യാപന ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? അധ്യാപന ജീവനം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഞങ്ങളുടെ പള്ളിക്കൊരു സ്കൂളുണ്ട്, ഹെസി ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ ഒരുപാട് ഒഴിവുകൾ വരുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചു വന്നത്. അപ്പോൾ അവിടെ നിലനിന്നാൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു മകൻ വീട്ടിലുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ജോലിക്ക് പുറത്തു പോയപ്പോൾ വീട്ടിലാരുമില്ല. അപ്പോൾ അവരോടൊപ്പം ഒരാളുണ്ടാവുമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നതുകൊണ്ടാണ് ബി എഡ് പഠിക്കാനായിട്ട് ഗുജറാത്തിൽ പോയി ബി.എഡൊക്കെ പഠിച്ചിട്ട് വന്ന് ഇവിടെ ജോലിക്ക് കയറാമെന്ന് ആഗ്രഹിച്ച് അങ്ങനെയാണ് അധ്യാപന വൃത്തിയിലോട്ട് തിരിഞ്ഞത്. എന്നാൽ എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്ന് ഈ പോസ്റ്റ് ലഭിക്കാതെ വന്നപ്പോൾ, വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ലഭിക്കാതെ വന്നപ്പോൾ ഞാൻ പിന്നെ കുറച്ചു കാലം പാരൽ കോളേജിൽ ജോലി അനുഷ്ഠിച്ചു. എന്നാൽ അതിനു മുമ്പ് കായികമായിട്ട് മികവുണ്ടായിരുന്നുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി കൊള്ളാമെന്ന് ആഗ്രഹിച്ച ഞാൻ അപേക്ഷയൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മ പൂർണ്ണമായിട്ട് എതിരായിരുന്നു. നിനക്കത് പറ്റുന്ന ജോലിയല്ല, വേണ്ടാന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു നിനക്കിത് കിട്ടല്ലേ എന്ന്. അപ്പം എനിക്ക് അന്ന് കായിക അല്പം മികവുള്ളതുകൊണ്ട് അങ്ങനെ ആകാം എന്നുള്ള ഒരു മാനസിക താല്പര്യം ഉണ്ടായിരുന്നു, കായികക്ഷമത ഉണ്ടായിരുന്നു, കിട്ടുമെന്നൊക്കെ ഉള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അന്ന് അമ്മയുടെ പ്രാർത്ഥന മൂലമായിരിക്കാം പോസ്റ്റൽ സമരം വന്ന് എൻ്റെ ആപ്ലിക്കേഷൻ തിരുവനന്തപുരത്ത് എത്തുന്നതിന് സാധിച്ചില്ലാത്തതുകൊണ്ട് അതങ്ങനെ തന്നെ മാവേലിക്കര കുറ്റിക്കാട്ടിൽ നിന്നൊക്കെ നമ്മുടെ ബാഗ് ഒക്കെ എടുത്ത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ആപ്ലിക്കേഷൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് അതിനകത്ത് വരാനായിട്ട് സാധിച്ചില്ല. പിന്നെയാണ് അധ്യാപകവൃത്തിയിലോട്ട് തിരിഞ്ഞ് ഈ കോർപ്പറേറ്റ് കിട്ടിയതും ഞാനിങ്ങനെ അധ്യാപകനായി. അപ്പോൾ ഈ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് 28 വർഷത്തോളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. അതെ. ആ സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് തന്നെ താൻ ഒരു ആത്മീകനായിട്ട് ഒരു ശുശ്രൂഷാ രംഗങ്ങളിലേക്ക്, അതായത് സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ഒരു
ഒരു വലിയ ഒരു ആഗ്രഹത്തിലേക്ക് വരികയും സാറ് ഇവിടെ ഇങ്ങനെ ഈ എക്യുമെനിക്കൽ ഒരു പ്രാർത്ഥനാലയമാണിത്, ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? അത് ഞങ്ങളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ പള്ളി ആരാധനയിൽ എല്ലാ ഞായറാഴ്ച ഒത്തിരി പേര് അടുത്ത് വരും, പക്ഷേ പള്ളിയിൽ വരാത്തവർ ധാരാളം ഉണ്ടായിരുന്നു. അവരെക്കുറിച്ചുള്ള കൺസേൺ ആണ് ഈ ഒരു പ്രാർത്ഥന ആരംഭിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അതായത് അൺഅറ്റാച്ച്ഡ് എന്നാണ് അന്ന് ഞാൻ പേര് കൊടുത്തത്. അൺഅറ്റാച്ച്ഡ്, മർത്തോമക്കാരനാണോ യാക്കോബക്കാരനാണോ എല്ലാം ആന്നു, പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ ഇല്ല, ക്രിസ്ത്യാനിയാണോ ആണ്, വിശ്വാസത്തോട് അടുത്ത് നിൽക്കുന്നതാണോ ഒരു പരിധി വരെയുണ്ട്, പക്ഷേ എന്നാൽ ദൈവവിശ്വാസം വാസ്തവമായി ഇല്ലാത്തവരെ കരുതി ആരംഭിച്ച ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനാലയത്തിൽ ആർക്ക് വേണേലും വരാം. ഇവിടെ എക്യൂമെനിക്കൽ എല്ലാവർക്കും വരാം, എല്ലാവർക്കും വന്ന് ദൈവസന്നിധിയിലെ ദൈവസന്നിധിയിലെ ഒരു പതിപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ ബാരിയേഴ്സ് ഒന്നുമില്ല, ഇന്ന വിഭാഗമൊന്നുമില്ല. എല്ലാവരും വന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, അവരവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ വയ്ക്കുന്നു, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഓക്കെ, ഇത് എത്ര വർഷമായി ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട്? ഇപ്പോൾ ബേസിക്കലി ഈ പ്രാർത്ഥന ആരംഭിച്ചിട്ട് 1992 ഞങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി ദേശത്ത് ഒരു മീറ്റിംഗ് ആരംഭിക്കുന്നത്. അന്നത്തെ പഴവങ്ങാടിക്കലെ വികാരിയായിരുന്ന BT ജോൺ അച്ഛന് എനിക്ക് നല്ല സപ്പോർട്ട് വന്നു. ലാൽ സാർ തുടങ്ങിക്കോ, ഞാൻ മാസത്തിൽ 1 വരാം എന്ന് പറഞ്ഞാൽ അച്ഛൻ നിർബന്ധമായിട്ട് വരികയും, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് ഏതാണ്ട് ഒരു 100 പേരോളം ഉള്ള ഒരു കൂട്ടായ്മയായിട്ട് ഇത് വളർന്നായിരുന്നു. എല്ലാ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലും ഞങ്ങൾ കൂടി വരുമായിരുന്നു. അങ്ങനെ ആരംഭിച്ച ഒരു കൂട്ടായ്മയിലാണ് അത്. എൻ്റെ സ്നേഹിതൻ സഹോദരൻ രാജു ടി അതിനകത്ത് സൗദിയിൽ ജോലി ചെയ്യുമ്പോഴും വരുമ്പോഴൊക്കെ സംബന്ധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങനെ നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു പ്രാർത്ഥന ഹോളൊക്കെ ഉണ്ട്, ആരംഭിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കുറച്ചുകൂടെ വിശാലമായി ഞങ്ങൾ ഒരു 7 വർഷത്തിനപ്പുറത്ത് ഇവിടെ ചെത്താങ്കരയിൽ ഇങ്ങനെ ഹോളിൽ പ്രാർത്ഥന ആരംഭിക്കുക. എന്നാൽ ഞായറാഴ്ച തോറും ഭവനങ്ങളിലെ പ്രാർത്ഥന ഇപ്പോഴും നടക്കുന്നുണ്ട്. ആണുങ്ങൾക്ക് വേണ്ടിയാണ്, ചെറുപ്പക്കാരാണുങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ആണുങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചാൽ, ഈ എല്ലാവരുടെയും മുമ്പിൽ എക്സ്പോഷർ പലപ്പോഴും ഈ ചെറുപ്പക്കാർക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, ഈ ലൈനിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഞങ്ങളുടെ ഒരു തന്ത്രമായിരുന്നു ആണുങ്ങൾ മാത്രം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ ആ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടത്. ഇത് പക്ഷേ ഫാമിലി കോൺഫറൻസ് ആണ്, എല്ലാവർക്കും വരാം, എല്ലാ വിഭാഗക്കാർക്കും വരാം. അങ്ങനെയുള്ള ഒരു വിശാല ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 ഇത് ആരംഭിക്കും. 8:30 വരെ ആണ് ഇതിൻ്റെ സമയമെന്ന് പറയുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കും, 8:30 വരെയാണ് അതിൻ്റെ സമയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പ്രാർത്ഥന ആരംഭിച്ചതുകൊണ്ട് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയത്തക്ക രീതിയിലുള്ള പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങളൊന്ന് പറയാം. നിശ്ചയമായിട്ടും അതിൽ ഒന്നെന്ന് പറയുന്നത്, പ്രാർത്ഥന എത്തിയിട്ടില്ലാത്തൊരു ഭവനത്തിലെ ഒരു സഹോദരി ഇപ്പോൾ ഇതിൻ്റെ വലിയൊരു സഹകാരിയാണ്. പേര് ഞാൻ പറയുന്നില്ല, വലിയൊരു സഹകാരിയാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വൈതരണി വന്നപ്പോൾ അവരെ മുറുകെ പിടിക്കാനായിട്ട് പ്രിയരായിട്ട് അവരുമായിട്ട് സംസാരിച്ചു, പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അവരെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷമായിട്ട് അവരിപ്പോൾ ഇതിൻ്റെ വലിയൊരു സഹകാരിയാണ്. എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ഒരു സ്ത്രീരത്നമായിട്ട് മാറ്റപ്പെട്ടു. മാത്രമല്ല, ഇവിടെ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആൾ നോക്കാതെ, ജാതിഭേദം നോക്കാതെ കണ്ട് കിട്ടുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വിടുതൽ ലഭിച്ചു. അതൊരു വലിയ അനുഗ്രഹമായിട്ട് നിലനിൽക്കുന്നുണ്ട്. തന്നെയല്ല, ഇതിൻ്റെ പിന്നിൽ ഞങ്ങളും പെരിയ രാജു ടി, എൻ്റെ സ്നേഹിതൻ സഹോദരൻ, അദ്ദേഹത്തിനും പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭവനം ഇതുപോലെ എന്നെപ്പോലെ വീർപ്പുമുട്ടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം എടുത്ത് ഉപയോഗിച്ചപ്പോൾ അത് നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് ദൈവത്തിന് വേണ്ടി എന്തും ഏതുമായത്. എനിക്ക് എൻ്റെ ഒരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ജസ്റ്റായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഞാൻ ഈ പഴവങ്ങാടിക്കര കൊയറിലെ അംഗമായിരുന്ന് പാട്ട് പാടുകയും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശബ്ദം പെട്ടെന്ന് അങ്ങ് അടയ്ക്കും. അപ്പോൾ ഒരു സങ്കടമായ ഒരു ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെല്ലാനായിട്ട് ഇവിടെ ഒരു ഹൗസ് സർജൻ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹം കൂടെ അവിടെ ചെന്ന്, അപ്പോൾ എനിക്ക് 23 വയസ്സേ ഉള്ളൂ അന്നേരം. നല്ല ചെറുപ്പത്തിലിരിക്കുന്ന സമയത്ത് ഈ ഒച്ചയടപ്പെന്ന് വരുന്ന പ്രശ്നം. അപ്പോൾ അവിടെ ചെന്നു, ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അദ്ദേഹം എല്ലാം ലൈറ്റ് അടിച്ചൊക്കെ എല്ലാം പരിശോധിച്ചെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമേ ഉള്ളൂ, ഇതിൻ്റെ വോക്കൽ കോഡ്സ് തിക്കാകുക. വോക്കൽ കോഡ്സ് തിക്കാകുന്നു. അതുകൊണ്ട് അതിനാകെയുള്ള മാർഗം മരുന്നൊന്നുമില്ല, വോയിസ് റെസ്റ്റ്. 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊയറിൽ നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു വേള, അധ്യാപകനായിട്ട് വേല തിരഞ്ഞെടുത്തിരിക്കുന്ന വേളയിൽ വോയിസ് റെസ്റ്റ് എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ എങ്ങനെയിരിക്കും? വീട്ടിലെ നോക്കാൻ വേണ്ടി അധ്യാപകനായി വീട്ടുകാരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരനെ ഇടുത്തി പോലായിരുന്നു ഈ ഒരു വാർത്ത. എന്നാൽ അദ്ദേഹം പറഞ്ഞു വോയിസ് റെസ്റ്റ്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്തോ വരും? ഞാൻ പറഞ്ഞു, അധ്യാപകനാ. അത് നിർത്താൻ ഞാൻ പറഞ്ഞില്ല, പാട്ട് പാടും. ഞാൻ പറഞ്ഞു, പാട്ട് പാടും. അത് നിർത്തിക്കോണം, മേലാ ചെയ്യരുത്.
നിർത്തിക്കോണം, മേലാ പാട്ട് പാടരുത്. ഞാൻ കോട്ടയത്തു നിന്ന് തിരിച്ച് വണ്ടി കയറി നാട്ടിലോട്ട് ഇങ്ങനെ വന്ന വഴിയിൽ മുഴുവൻ എൻ്റെ മനസ്സിൽ കോൺഫ്ലിക്റ്റിംഗ് പുൾസാ. ഞാൻ പാടും, അപ്പോൾ പറയും നിൻ്റെ ഒച്ച താറാവിൻ്റെ ഒച്ച പോലെ, ഈ പൂവൻതാറാവിൻ്റെ ഒച്ച പോലെ, നമുക്കറിയാമല്ലോ വളരെ ഇതായിട്ട് പോകുമെന്നുള്ള ഡോക്ടർ അങ്ങനെ എന്നോട് പറഞ്ഞു. അതിങ്ങനെ ബലം പിടിച്ചു വന്നപ്പോൾ ഞാൻ കോട്ടയം തൊട്ട് മിഡ്വേ കറുകച്ചാൽ അവിടെ വരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോഴെല്ലാവരും ഞാൻ പാടും, ഞാൻ ക്രിസ്തീയ പാട്ടേ പാടുന്നുള്ളൂ, മറ്റൊന്നും പാടുന്നില്ലല്ലോ, വലിയ ഗുണപ്പെട്ടവനൊന്നും അല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഈ ഒറ്റയ്ക്കൊരു സീറ്റായിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. കറുകച്ചാൽ വന്നപ്പോൾ വണ്ടി പുറകോട്ടാക്കിയിട്ടിട്ട് അവർ കാപ്പി കുടിക്കാനായിട്ട് പോകുന്ന ആ സമയത്ത് ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ എന്തായാലും പാടും. ആ തീരുമാനം അപക്വമായിരുന്നു. എനിക്ക് വലിയ അറിവൊന്നും പരിജ്ഞാനമൊന്നും ഇല്ല, പക്ഷേ തമ്പുരാൻ അതിനെ ആശീർവദിച്ചു. ആ ആശീർവാദത്തിൻ്റെ മേൽ ഇന്ന് വരെ ഞാൻ 28 വർഷം അധ്യാപക വൃത്തി പൂർത്തിയാക്കി. 5 കൊല്ലം മിനർവ കോളേജിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര TDS ആയിരുന്നു. ഭയങ്കര 125 പേരുള്ള സമൂഹത്തോടൊക്കെ ഒച്ചയ്ക്ക് പഠിപ്പിക്കണമായിരുന്നു. അത്രയും ഞാൻ ചെയ്തു. ആ സമയത്ത് ഈ നാളത്രയും സുവിശേഷ വേലയിൽ അനേക ഇടങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമായ ശുശ്രൂഷയിൽ നിലനിൽപ്പാനും കൊയറിൽ ഒരു 18 വർഷത്തോളം പാടാനും ദൈവം എനിക്ക് കൃപ നൽകി. ഇന്നും ഈ ഒച്ച ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, തമ്പുരാൻ നിലനിർത്തിക്കൊണ്ട് എൻ്റെ വോക്കൽ കോഴ്സ് തിക്കായിട്ടില്ല. അതങ്ങനെ തന്നെ നിന്ന് ഞാൻ ഇപ്പോഴും നിലനിൽക്കാനായിട്ട് ദൈവം അവസരം. അതാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. തമ്പുരാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഞാനത് കേട്ടു, ഞാൻ അതിൽ ആടിയുറച്ച് ഇപ്പോഴും നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണാനായിട്ട്. പിന്നെ മറ്റൊന്നും കൂടിയുണ്ട്. ഞങ്ങളുടെ പിതാവ് മദ്യപാനിയായിരുന്നു പറഞ്ഞല്ലോ. ഞാനും എൻ്റെ ഒരു ജ്യേഷ്ഠൻ തമ്പി സാറ്, ഞങ്ങൾ രണ്ടുപേരും ഈ സുവിശേഷ പ്രസംഗവുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ പിതാവ് മദ്യപിച്ച് ഇങ്ങനെ റാന്നിയിലൊക്കെ നിൽക്കുന്ന വലിയൊരു സങ്കടമായിരുന്നു. അപ്പം ഞാനും അദ്ദേഹവും കൂടെ വെച്ചു പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. തമ്പുരാൻ്റെ സന്നിധി വിഷയം വെച്ചു. വലിയ ഒരു സംഭവമാണ്. അതായത് സാറും സാറിൻ്റെ സഹോദരനും കൂടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സാറിന്റെ പിതാവ് മദ്യപാനിയായി റോട്ടിൽ കൂടെ നടക്കുകയാണ്. അതെ, ഒരു രംഗം ഒരു ഭയങ്കര പ്രയാസമാണ്. ഞങ്ങൾ ഒരുപാട് ലജ്ജാകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ വിഷയം ദൈവസ്ഥനിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എൻ്റെ പിതാവ് മദ്യപാനം നിർത്തി. പുകവലി ഞങ്ങളുടെ വീട്ടിൽ ഒരു 40 സിഗരറ്റ് കുറ്റിയെങ്കിലും ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ മുറിയില്ല. അത് അടിച്ചു വരുമ്പോൾ വലിയ വിഷമമാണ്, പുക കൊണ്ട് നിറഞ്ഞ. അതും അങ്ങനെ തന്നെ അദ്ദേഹം നിർത്തി. അവസാന കാലത്ത് വളരെ മര്യാദയായി ദൈവസനിൽ പ്രാർത്ഥിച്ച് പിരിയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിശ്ചയമായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് പിന്നെ ഞങ്ങൾക്ക് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം ഭവനത്തിൽ മറുപടി നൽകി. അപ്പോൾ സാക്ഷ്യത്തോടെ നിൽക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും. ഇപ്പോൾ സാർ ഈ സുവിശേഷ പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഈ കൺവെൻഷൻ പ്രസംഗമായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്? ഞാൻ അധ്യാപകനായിരുന്നുകൊണ്ട് ദൂര സ്ഥലങ്ങളിൽ ഒത്തിരി അങ്ങനെ പോകാനായിട്ട് ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ ഇപ്പോൾ ഡൽഹി പോയിട്ടുണ്ട്, ജയ്പൂർ പോയിട്ടുണ്ട്, ബോംബെയിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ മദ്രാസിൽ പോയിട്ടുണ്ട്, കോയമ്പത്തൂർ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ വിവിധ ഇടങ്ങളിലെല്ലാം മിക്കവാറും എല്ലാ ഇടങ്ങളിലും കൺവെൻഷനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുവൈറ്റ് സിറ്റി പള്ളിയിൽ ഒക്കെ പോയിട്ടുണ്ട്, വിദേശം അങ്ങനെ ഒക്കെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സാറിൻ്റെ ഈ യാത്രയിൽ, അതായത് ഇങ്ങനെ ഈ സുവിശേഷ പ്രസംഗമായിട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ സാർ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ? പല ചർച്ചകളിൽ പോയി പല ആളുകൾ കണ്ടിട്ടുണ്ട്, പലരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരുപാട് വ്യക്തികളുണ്ട്. അതൊക്കെ ഒന്ന് വിവരിക്കാമോ? ചില സ്ഥലങ്ങളിൽ പോയപ്പോഴേ അപ്പോൾ ഇത്രയും പിന്നെ തണ്ടും തടിയും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിപ്പമൊക്കെ ഉള്ള ഒരാൾ, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി എന്തുകൊണ്ട് സുവിശേഷ വേലയിൽ വന്നു എന്ന ആളുകൾ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവസ്നേഹം ആകർഷിക്കപ്പെടുമ്പോൾ അവിടെ വലിപ്പമോ പിന്നെ സൈസിൽ ചെറുപ്പമൊന്നും അല്ല വിഷയം. എന്നെ ആകർഷിച്ച ഒരു ദൈവസ്നേഹമുണ്ട്. ആ ആകർഷിച്ച ദൈവസ്നേഹത്തെ മറ്റുള്ളവരോട് പറയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ശ്രമം ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ വേറെ ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ, അപ്പോൾ അത് കാണുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് നമ്മൾ എത്രയോ സൗഭാഗ്യത്തോടെ ചിലപ്പോഴൊക്കെ ജീവിക്കുന്ന, വളരെയധികം പ്രയാസത്തോടെ, അതായത് മക്കളെക്കുറിച്ചുള്ള ഭാരമാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. മക്കളെക്കുറിച്ചുള്ള ഭാരമാണ്. ഇപ്പോൾ മക്കൾ ഇങ്ങനെ
ചെറുപ്പക്കാരനായിട്ടൊക്കെ ഇന്ന് പ്രസംഗിക്കുമ്പോൾ മക്കളെക്കുറിച്ചുള്ള ഭാരം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ മക്കളൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയല്ലാതെ ഒരൊറ്റ മാർഗ്ഗമില്ല. അടിച്ചു പിടിച്ചൊന്നും നേടാനൊക്കത്തില്ല. ഇന്നത്തെ സംസ്കാരവും സാഹചര്യവും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ മോശയോട് പറഞ്ഞല്ലോ, നിനക്ക് കൊച്ചു കൊച്ചു വിഷയങ്ങൾ നീ എല്ലാവരുടെയും അവിടെ കൊടുത്തുവിടാം, ഞാൻ നിനക്ക് കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുപോകാ എന്ന് മോശയോട് ദൈവം പറഞ്ഞ ഒരു കാര്യം എപ്പോഴും എന്നെ സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ധൈര്യത്തോടെ പ്രാർത്ഥിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കരുത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അതിൻ്റെ കാരണം? അത് സുവിശേഷകരാണ് പറഞ്ഞു, അവിടെ പോയി പ്രാർത്ഥിക്കരുത്. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അതങ്ങനെ പ്രാർത്ഥിക്കാൻ കൊള്ളുന്ന സ്ഥലമല്ല, പ്രാർത്ഥിച്ചാൽ തല്ലു മേടിച്ചുകൊണ്ട് തിരിച്ചു വരും. അപ്പോൾ ഞാൻ ചലഞ്ച് ഏറ്റെടുത്തു. കാരണം എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ്. എൻ്റെ ദൈവത്തിന് കഴിയാത്തതാണെങ്കിൽ ഞാൻ അടിമേടിച്ചുകൊണ്ട് തിരിച്ചു വരട്ടെ. ഒരു പ്രയാസമില്ലാതെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. എല്ലാത്തിൻ്റെ മേലും യാക്കോബ് വെച്ച കോണിയുടെ മുകളിലാണ് തമ്പുരാൻ നിന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ പ്രശ്നങ്ങളിലെ മുകളിൽ തമ്പുരാനുണ്ട് എന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോകാനായിട്ട് അത് പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സുവിശേഷ പ്രവർത്തനം ഇപ്പോൾ സാർ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പോൾ ഞാനിത് ആരംഭിച്ചിട്ട് 33 വർഷത്തോളം ആകുന്നു. 33 ഈ ദേശത്ത് പലയിടങ്ങളിൽ ഞങ്ങൾ കൂടിവരവുകളുണ്ട്. എന്നാൽ കൊറോണ വന്നപ്പോഴത്തേക്കിന് അത് പലതും നിർത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നിർത്തിയതുകൊണ്ട് പിന്നെ സൂം പ്ലാറ്റ്ഫോമിലായിരുന്നു. അതും കുറേയൊക്കെ ഇപ്പം നിയന്ത്രിക്കപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ 2 കൂടിവരവുകൾ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ട്. അതോടൊപ്പം തന്നെ 2-3 അല്ലാതെ മാസത്തിലുള്ള കൂടിവരവുകളിൽ പോകുന്നു. അപ്പോൾ സാറ് ഈ അധ്യാപകനായിരുന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ഇപ്പോഴത്തെ നമ്മുടെ ഈ കേരളത്തിലെ ഒരു തലമുറ മദ്യം, മയക്കുമരുന്ന്, MDMA, കഞ്ചാവ് ഇതിൻ്റെ ഒരു വലിയ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? മാതാപിതാക്കളുടെ കുഴപ്പമാണോ അതോ പ്രാർത്ഥനയുടെ കുറവാണോ? എന്താണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇതുപോലെ ഈ ക്രൈമുകൾ കൂടാനായിട്ടുള്ള യൗവനക്കാരുടെയും വിദ്യാർത്ഥികളുടെ ഇടയിൽ ഈ ക്രൈമൊക്കെ കൂടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഒന്ന് വിചിന്തനം ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ. ഒന്ന്, നമ്മുടെ ഭവനങ്ങളിലുള്ള ഈ നിയന്ത്രണമില്ലാത്ത ജീവിത രീതിയാണ് കുഞ്ഞുങ്ങളെ ആ ടൈപ്പിൽ ആക്കി തീർത്ത്. ഒരു ക്രിസ്ത്യൻ നർച്ചറിങ് ഞാൻ മുമ്പേ ഓർപ്പിച്ചുവല്ലോ. ഒരു ക്രിസ്ത്യൻ നർച്ചറിങ് ഉള്ള ഭവനത്തിലെ കുട്ടികൾ സാധാരണഗതിയിൽ അങ്ങനെ മാറിപ്പോകത്തില്ല. എപ്പോഴെങ്കിലും അവൻ്റെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടാവും. കാരണം പണ്ട് എൻ്റെ അമ്മ, അല്ലെ പണ്ട് എൻ്റെ അപ്പൻ, എൻ്റെ പള്ളിയിലച്ഛൻ, അല്ലെ എൻ്റെ ഇന്ന ഉപദേശി, അല്ലെ ഇന്ന സാറ് എന്നോട് പറഞ്ഞു തന്ന കാര്യമൊന്നും പറഞ്ഞ് അവൻ ഓർക്കും. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു സ്പാർക്ക് കൊടുക്കാനായിട്ട് ആർക്കും കഴിയാതെ പോകുന്നുണ്ട്. 2, സ്കൂളിൽ പഠിപ്പിച്ച കാലത്തൊക്കെ ഈ മോറൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ ഗവൺമെൻറ് അത് നിയന്ത്രിച്ചിട്ടുണ്ട്. അത് നിയന്ത്രിച്ചുകൊണ്ട് ഒന്നും പറയാനൊക്കത്തില്ല, ആരോടും ഒന്നും പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ മതം പറയുന്നു എന്ന് പറയും. നല്ലത് പറഞ്ഞാലും മതം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനെ വിലക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആകെപ്പാടെ സാറുമാരും ഒരു വല്ലാത്ത പരുവത്തിലാണ്. അതുകൊണ്ട് ആ ഭവനത്തിലെ കുഴപ്പം സ്കൂളുകളിൽ ഒന്നും ചെയ്യാൻ മേലാതെ വരുന്നൊരു കുഴപ്പമൊക്കെ ഇന്നത്തെ തലമുറ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഫ്രീഡം എന്ന് പറയുന്നത് അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ള തോന്നൽ ഇവിടെ മനസ്സിൽ കയറിപ്പോയി. ഫ്രീഡം എന്ന് പറയുന്നത് ചില ലിമിറ്റേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പൂർണ്ണമായി അനുഭവിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത വിട്ടുപോയതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. പിന്നെ രണ്ടാമത് പറയാനായിട്ട് കഴിയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാ കുട്ടികൾക്കും മാധ്യമങ്ങൾ തുറന്നവരുടെ മുന്നിൽ നിൽക്കുക. മാധ്യമങ്ങളിലൂടെ എന്തും ഏതുമാകാമെന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. പിന്നെ എണ്ണത്തിൽ കുറവ് ഭവനത്തിൽ വന്നതുകൊണ്ട് ലാളന കൂടി, എന്നാൽ അതോടൊപ്പം തന്നെ മൂല്യബോധം കുറച്ചു. ഈ 2 കാര്യങ്ങൾ കാര്യമായിട്ട് ലാളനം കൂടി മൂല്യബോധം കുറച്ച് ഭവനങ്ങളിൽ കിട്ടുന്നത് കൊണ്ട് താന്തോന്നികളായിട്ട് അങ്ങ് മാറ്റപ്പെടുന്നു. ആരെയും നമുക്ക് കുറ്റം പറയാനായിട്ട് ഒക്കത്തില്ല. പിന്നെ ജീവിതഭാരത്തിൽ ഓട്ടത്തിൻ്റെ കൂടുതൽ കൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അതുപോലെ നിർത്തി പരിചരിക്കാനായിട്ട് കഴിയുന്നില്ല. ഇല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ശിക്ഷണം അനുജന് കിട്ടാത്ത ഒരു കാലയളവിലേക്ക് വന്നു. എണ്ണത്തിൽ 1 അല്ലെങ്കിൽ 2. അപ്പോൾ അവരെ കിട്ടുന്നില്ല. പഠിപ്പിക്കുക എന്നുള്ള ചിന്ത മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. നല്ല സ്കൂളിൽ കൊണ്ടുവിടുക, മറ്റു കാര്യങ്ങളൊന്നുമില്ല, പൈസ കൊടുക്കുക. അങ്ങനെ വന്നപ്പോൾ ഫ്രീ ബേർഡ്സ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിയത് ഒരു വലിയ പ്രശ്നമാണ്. അതായത് ഒരു വീട്ടിൽ 2 കുട്ടികളുള്ളൂ, അവരെ ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കണം അത് മാത്രം ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. യെസ്. അപ്പൊ അങ്ങനെ വന്നു വീട്ടിൽ അവർ ചെയ്യുന്ന ജോലിയൊക്കെ കുറഞ്ഞു. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മക്കൾ കുറഞ്ഞതോടുകൂടി അതിൻ്റെതായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ, നിയന്ത്രണം കുറഞ്ഞു.
പിന്നെ ഇപ്പം കാസ്റ്റ് ദം യങ് എന്നുള്ളൊരു ഫ്രേസ് ഇംഗ്ലീഷിലുണ്ട്. കുഞ്ഞുനാളിലെ കുട്ടികളെ എന്തും ഏതുമാക്കാം. നമ്മൾ പറയാറുണ്ട് കൊച്ചു മരത്തെ 2 വിരലുകൊണ്ട് തിരിക്കാം, വലിയ മരത്തെ പറ്റത്തില്ലെന്ന് പറയാം എന്ന് പറഞ്ഞ പോലെ കൊച്ചുനാളിലെ ഇവരെ പിടിച്ചെടുക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതിനുള്ള കുറവ് ഇതുണ്ട്. അന്ന് ഫ്രീ ആക്കി വിടുമ്പോൾ ഏത് സംസ്കാരത്തിലാണോ അവൻ രൂപപ്പെട്ടു വരുന്നത് അത് തന്നെ അവൻ പൊക്കിക്കൊണ്ട് വരുന്നു, കെട്ടിപ്പൊക്കുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ. അപ്പം നമ്മുടെ ഈ ക്രിസ്തീയ പ്രവർത്തകർക്ക്, അതായത് അച്ഛന്മാർക്ക്, അതുപോലെ ബിഷപ്പ്മാർക്ക്, ഉപദേശിമാർക്ക്, പാസ്റ്റർമാർക്കൊക്കെ വലിയൊരു പങ്കില്ലേ ഈ സമൂഹത്തിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നമുക്കൊരു വലിയൊരു ഉത്തരവാദിത്വം ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഒന്ന്, പേഴ്സണലായിട്ട് ഈ ആളുകളെ കണ്ടെത്തിയെങ്കിലേ നടക്കുകയുള്ളൂ എന്നുള്ളത് ഒരു കർത്താവ് ശമരിയക്കാരെ പേഴ്സണലായിട്ട് കണ്ടപ്പോഴാണ് അവൾക്ക് ബോധ്യം വന്നത്. അപ്പോൾ ഈ പേഴ്സണലായിട്ട് കണ്ട് പിന്നെ ഇവരെ രൂപപ്പെടുത്താൻ കഴിയുന്നത് അച്ഛന്മാർക്ക് പറ്റും, സുവിശേഷകർക്ക് പറ്റും, ബിഷപ്പുമാർക്ക് പറ്റും, പാസ്റ്റർമാർക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. പേഴ്സണലായിട്ട് ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർക്ക് ആരോടും പ്രതിബദ്ധതയില്ല. അടച്ച മുറിയും സൗകര്യങ്ങൾ കൂടിയതും അവരെ ഒറ്റപ്പെട്ട ഏലിയൻ ലൈഫ് എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. ഒറ്റപ്പെട്ട ലൈഫിലോട്ട് അങ്ങ് മാറ്റുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പറയുന്നത് ശരി എന്നുള്ള ചിന്ത അതുകൊണ്ട്. പിന്നെ മാതാപിതാക്കളും ഈ മൂല്യബോധം കൊടുക്കുന്ന കാര്യത്തിൽ അത്രത്തോളം നിഷ്കർഷം ഉണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം പണ്ടൊരു കുഞ്ഞിനെ സ്കൂളിൽ വെച്ച് ഒരു അധ്യാപകനൊന്ന് തല്ലിയാൽ ആ വീട്ടിലും അവൻ രണ്ടും കൂടെ കിട്ടുമായിരുന്നു, ചോദിക്കത്തില്ല. കാരണം എന്തെങ്കിലും ഒരു കുറ്റത്തിനായിരിക്കും ചെയ്യുന്നത്. ഇന്നിപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന മാതാവോ പിതാവോ സാമൂഹിക സംഘടനകളോ ഉള്ളപ്പോൾ വളരെ വിഷമത്തിലോട്ട് കാര്യങ്ങൾ. പിന്നെ അന്ത്യകാലത്തിൻ്റെ പ്രകടമായ ഒരു ലക്ഷണമായിട്ട് അതിനെ മാറ്റും. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നു, മനുഷ്യർ സ്വസ്നേഹികളാകുമെന്ന് തിരുവചനം പറയും. അപ്പോൾ സ്വസ്നേഹമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് എന്നോട് മാത്രമല്ല, അപ്പനായാലും കൊള്ളാം, അമ്മയായാലും കൊള്ളാം, അവർക്ക് അവരോട് മാത്രമുള്ള സ്നേഹം, കുട്ടികൾക്ക് അവരോട് മാത്രമുള്ള സ്നേഹം. ഈ സ്നേഹം ആ അന്ത്യകാലത്തിൻ്റെ പ്രകടമായ ലക്ഷണമായിട്ട് നിലനിൽക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ കർത്താവ് പറഞ്ഞതുപോലെ നിനക്ക് പ്രയാസമുള്ളത് എൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി മുട്ടുമേലിരിക്കാനായിട്ട് നമ്മുടെ ലീഡേഴ്സ് തയ്യാറായാൽ ഒത്തിരി മാറ്റമുണ്ടാകും എന്നുള്ളത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ UCP പോലെയുള്ള ഈ പ്രെയർ ഞങ്ങൾ നിലനിർത്താനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത്. പഴയ ആത്മീയതയിൽ നിന്ന് ഒരു പക്ഷേ നമ്മുടെ ശുശ്രൂഷകന്മാരും പഴയതുപോലെ ഒരു ആത്മീയതയിൽ നിന്ന് അല്പം വ്യതിചലിച്ചു എന്ന് വേണേൽ പറയാം. സംശയമില്ല, മാറിയിട്ടുണ്ട്. കാരണം എല്ലാവരും ഇപ്പം ചിലയിടത്തിലെ കൊമേഴ്സ്യലിസത്തിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തീയ കോളം കൊമേഴ്സ്യലൈസ് ചെയ്തപ്പോൾ അതാണ് അതിൻ്റെ ഉദ്ദേശം. 2 മണിക്കൂർ നമുക്ക് കസരത്ത് കാണിച്ചിട്ട് ചില്ലറ കൊടുത്ത് വിട്ടാൽ മതി എന്നുള്ളൊരു മനോഭാവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതല്ല വാസ്തവത്തിൽ കർത്താവ് ആഗ്രഹിച്ചത് എന്നുള്ള പാളയത്തിൻ്റെ പുറത്ത് നിന്ന് ചുമക്കുക, കഷ്ടമേൽക്കുക എന്നുള്ളത് ആ കൺസെപ്റ്റിൽ നമ്മൾ മാറിപ്പോയത് തീർച്ചയായിട്ടും. പഴയ പോലെയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളും കുറഞ്ഞു, ഭവന സന്ദർശനം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉപദേശിമാരൊക്കെ വീടുകളിൽ പോകുന്നത് കുറഞ്ഞു. എല്ലാവർക്കും പണമുണ്ട്, സൗകര്യമുണ്ട്, കാറുണ്ട്, വണ്ടിയുണ്ട്. അതുകൊണ്ട് ഒരു 10 മീറ്റർ പോലും നടക്കാനായിട്ട് പോലും ഇപ്പൊ നമ്മുടെ സുവിശേഷകന്മാർ പലരും തയ്യാറാകുന്നില്ല. അതൊരു വലിയ കാര്യം, ഒരു പ്രശ്നം. മറ്റേ ദേശത്തൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ എന്തോ ഉണ്ട് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് കാരണം ഞാൻ വണ്ടിയെ കയറുന്നു, എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നു, അത് കഴിയുന്നു, തിരിച്ചു വരുന്നു, ഇടയ്ക്ക് ബന്ധമില്ല. ആ ഒരു ടൈപ്പിലോട്ട് എല്ലാം മാറി. സുവിശേഷകർ മാറി, പിന്നെ ആളാമ്പ്രതി വേലക്കാർ മാറി, എല്ലാവരും മാറിയതുകൊണ്ട് അതിൻ്റെയുള്ള പ്രശ്നം നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ, അതായത് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു കണക്ക് പറയുന്നതനുസരിച്ച് പറഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഈ വൃദ്ധന്മാർ മാത്രമാകും. തീർച്ചയായിട്ടും. അപ്പം അവിടെ പോകുന്ന കുട്ടികളൊക്കെ, നമ്മുടെ എല്ലാ സഭാവിഭാഗങ്ങളുടെയും കുട്ടികളൊക്കെ അവരൊരു നല്ലൊരു ആത്മീയ നിലവാരത്തിലേക്കല്ല അവിടെ ജീവിക്കുന്നത്. കാരണം അവർ പണം ഉണ്ടാക്കുകയാണ് കോടിക്കണക്കിന്. അപ്പം നല്ല ശമ്പളമായി 3 ലക്ഷം 4 ലക്ഷം രൂപ ശമ്പളമായി, ഭാര്യയും ഭർത്താവും 2 പേരും ചേർന്ന് നല്ലൊരു തുക സമ്പാദിക്കുന്നു, അവിടെ വീട് വെക്കുന്നു, സൗകര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വളർച്ച അത് നമ്മുടെ മുഴുവൻ ഒരു ആത്മീയ കോളത്തെ ശരിക്കും ബാധിക്കില്ലേ? എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് ഇനി വരാൻ പോകുന്നത്? നന്നായിട്ട് അത് ബാധിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ. കാരണം ഭവനങ്ങളിൽ ആളില്ല, ഈ പ്രായമുള്ളവരെ ശുശ്രൂഷിക്കാൻ ആളില്ല, പ്രായമുള്ളവർ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കുന്നത്. കുഞ്ഞുങ്ങൾ അവിടെ പോകരുതെന്ന് പറയാനൊക്കത്തില്ല. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ അവർ പോകുന്നു. അവർ പറയും ഞങ്ങൾക്ക് അവിടെ ഇവിടത്തെക്കാട്ടി സേഫ് എന്നാണ് കുട്ടികളുടെ ഒരു മനോഭാവം. അപ്പോൾ അതിനവർ പോകുന്നു, കുറ്റം പറയാനായിട്ടൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വൃദ്ധരുടെ എണ്ണം മാത്രമായിട്ട് ഇവിടെ അങ്ങ് കൂടുന്നു.
അവരെ ഈ പിന്നെ പ്രേക്ഷിത വേലയിൽ കൊണ്ടുവരാനോ സുവിശേഷ വേലയിൽ കൊണ്ടുവരാനോ ഒന്നും ആളുകൾക്ക് ഇല്ല. അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്കിന് ആരാധനാലയങ്ങളിലൊക്കെ അതിൻ്റെ പ്രകടമായുള്ള മാറ്റം ഉണ്ടാകും. അപ്പം ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലും ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് ഞങ്ങൾ ആരംഭിച്ചത്. ഒറ്റ ചെറുപ്പക്കാരൻ പോലും കടന്നു വരാനില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പം അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാം പിന്നെ ഇപ്പം വല്യപ്പന്മാരായി കഴിഞ്ഞു. അപ്പോൾ പുതിയ ആളുകളൊന്നും വരുന്നില്ല എന്നുള്ളതൊരു വലിയ സങ്കടമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെ നിരന്തരമായിട്ട് കാണുകയും പറയുകയും പിന്നെ പറയുന്നുണ്ട് ചിലരോടൊക്കെ പറയുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. വലിയൊരു സംഭവമാണ് ഈ സാറ് പറയുന്നത്. അതായത് നമ്മുടെ കുട്ടികളെല്ലാം ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. അവിടെ ചെന്ന് അവർ പണമുണ്ടാക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് അവരുടെ മനസ്സിലുള്ളത്. കാരണം ലോകം വിശാലമായിട്ട് കിടക്കുകയാണ്, കാരണം ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. പക്ഷേ ആ സമയത്തും നമ്മുടെ കുട്ടികൾക്കൊക്കെ ആത്മീകമായി എത്രത്തോളം വളർച്ചയുണ്ടെന്നൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ടൈപ്പിലൊരു വളർച്ച പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് അടുത്ത കാലത്ത് ചില കേസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഡിറ്റീരിയറേഷൻ മാത്രമേ ഉള്ളൂ. ചർച്ച് മൈൻഡഡ് അതിനപ്പുറത്തോട്ടുള്ള വളർച്ചയൊന്നും അവർക്കില്ല. ചർച്ച് മൈൻഡഡ് ആ സച്ച് പോകുന്നു എന്നുള്ള. പിന്നെ ഇവിടുന്ന് പോകുന്നവർ ആ കൾച്ചറിലാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴത്തേക്കിന് സംഗതി കുറേ കൂടെ അങ്ങ് മാറുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഓക്കെ, ഇനി എന്താണ് സാറിൻ്റെ ഒരു ഭാവി പരിപാടികൾ എന്താണ്? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട്. ഇനി എന്താണ് സുവിശേഷ വേലയിൽ എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്? ഇപ്പോൾ ഞങ്ങൾ ഈ അൺഅറ്റാച്ച്ഡ് ഫാമിലീസിനെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നോട്ടം എന്ന് പറയുന്നത്. ഇപ്പം പറഞ്ഞ പോലെ ഇതിനകത്തോട്ടൊക്കെ അടുത്തു വരാൻ സാധിക്കാതെ മാറി നിൽക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒത്തിരി സ്റ്റാൻഡേർഡ് ഫാമിലീസ് ഉണ്ട്. അവരെയൊക്കെ കണ്ടെത്തുക, അവരെയൊക്കെ ഇതിനോട് അടുപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. അല്ലാതെ ഒരു പ്രോഫിറ്റ് മോട്ടീവോ പിന്നെ നമ്മുടെ ഭാഷ പറഞ്ഞ ആളാകുന്നതിനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. കഴിവുള്ളിടത്തോളം ഈ കർത്താവിൻ്റെ നന്മയുടെ സുവിശേഷം ഈ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അല്ല, അതിന് എന്തൊക്കെ പദ്ധതികളാണ് തയ്യാറാക്കുന്നത്? ഞങ്ങളിപ്പോൾ ടീം രൂപീകരിച്ചിട്ടുണ്ടോ? എന്താണ് അതിനെ പ്രത്യേകിച്ച് എഴുതപ്പെട്ടതായിട്ടുള്ളൊരു പദ്ധതികളോ പ്ലാനുകളോ ഉണ്ടോ? അതിനെന്തെങ്കിലും വിങ്ങുകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചുമതലക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ? ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന മിഷണറി സംഘടനകളെ ആവോളം സപ്പോർട്ട് ചെയ്യുക. അവരെ വിളിച്ചിവിടെ കൊണ്ടുവന്ന് കേറ്റർ ചെയ്യുക, അവരൊക്കെ പിന്നെ സഹായങ്ങൾ എത്തിക്കുന്നതിന് ആളുകളോട് ആഹ്വാനം ചെയ്യുക. അങ്ങനെയുള്ള ഒരു 3-4 മിഷണറി സംഘടനയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നമ്മുടെ ലഭിക്കുന്നതിൽ നിന്ന് ഒരംശം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളത് ആളുകളെ പ്രേരിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ബാക്ക് സപ്പോർട്ട്. അതെ, ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി എന്താണ് ഇനി ഒരു പ്ലാൻ എന്താണ്? ഇപ്പോൾ ചെയ്യുന്ന മിഷണറി സംഘടനകളുടെ മിഷൻ ഫയലുകളിലുള്ളവർക്ക് വേണ്ടുന്ന സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉള്ളിൽ ഉള്ള താല്പര്യം. ഇപ്പോൾ നമുക്കേറെ വിഷമമുള്ള സാഹചര്യങ്ങളിലൂടെ ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി. 2 അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതായത് വേണ്ടുന്ന ധനസഹായവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തുക. അതാണ്. ഓക്കെ, അപ്പോൾ ഇനി സാറിന് എന്താണ്, ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ ആയിട്ട് ഇവിടെ കൂടി വന്നപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്കിനി പറയണമായിരുന്നു, പൊതുജനം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടോ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടോ അനുഭവമായിട്ട് ബന്ധപ്പെട്ടോ പൊതുജനങ്ങൾ അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ സാറിന് പറയാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഒരു കാര്യമാണ് ഹോൾഡിംഗ് ഓഫ് മണി. ഹോൾഡിംഗ് ഓഫ് മണി എന്ന് പറയുന്നത് വളരെ കൃത്യമായി ചില കേസസ് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. വെറുതെ പണം പൂഴ്ത്തി വെച്ച് നഷ്ട കേസുകളായിട്ട് മാറുക, പൂഴ്ത്തി വെച്ചുകൊണ്ട് ഒരു ലാഭം ആർക്കും ഇല്ലാതെ ലക്ഷങ്ങൾ കോടികൾ വെറുതെ അനാഥമായി പോകുന്നത്. ഇവിടെ തന്നെ ബാങ്കുകളിൽ കോടിക്കണക്കിന് സ്വത്താണ് ആളുകൾ ഈ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആളില്ല, അടുത്ത അനന്തരാവകാശം ഇല്ലാതെ കിടക്കുന്നത്. ഈ പണമെല്ലാം വെറുതെ നഷ്ടമായിപ്പോയി. അതുപോലെ ഇവിടെ വസ്തുക്കളൊക്കെ ഒരുപാട് ഉള്ളവരുണ്ട്, വെറുതെ കിടക്കുവാണ്. എന്നാൽ പെരയില്ലാത്തവനും അതുപോലെ തന്നെ കയറിക്കിടക്കാൻ സാഹചര്യം ഇല്ലാത്തവനൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആളുകൾ മനസ്സിലാക്കണം. എനിക്ക് ലഭിച്ചത് മറ്റുള്ളവർക്കൂടെ ഉപകരിക്കണം. അതാണ് ആത്യന്തികമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിക്ക് ലഭിച്ചത് ആരോഗ്യമാണെങ്കിൽ അത് ഷെയർ ചെയ്യണം, പിന്നെ എനിക്ക് ലഭിച്ച പണമാണെങ്കിൽ അത് ഷെയർ ചെയ്യണം, എൻ്റെ സമയമാണെങ്കിൽ അത് ഷെയർ ചെയ്യണം, എൻ്റെ പഠിപ്പാണെങ്കിൽ അത് ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്കൂടെ ഗുണപ്പെടുത്താത്ത ഒരു ജീവിതം കൊണ്ട് ഒരു അർത്ഥവുമില്ല. തമ്പുരാനത് മാനിക്കത്തില്ല എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം സാറ് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചതിൽ വളരെ നന്ദി അറിയിക്കുന്നു. ദൈവം സാറിന് ധാരാളം. താങ്ക് യു സജു ബ്രദർ. നമുക്ക് നല്ലൊരു കൂട്ടായ്മ ലഭിച്ചില്ല.